ടേണിംഗ് സ്പോട്ട്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ സഹായിക്കുക, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങുക, അത് ഏതൊരാളുടെയും വിജയത്തിൻ്റെ ഗ്രാഫ് കുത്തനെ ഉയർത്തുക തന്നെ ചെയ്യും. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുക? എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എനിക്ക് എന്താണ് പ്രത്യേകമായി ചെയ്യാൻ കഴിയുക? എൻ്റെ ഉപഭോക്താക്കളെ എനിക്ക് സഹായിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് എനിക്ക് പ്രശ്നങ്ങൾ അത്രയും പരിഹരിക്കാൻ കഴിയുക? ഇത്തരം ചോദ്യങ്ങൾക്ക് സ്വയം ഉത്തരം തേടാൻ സാധിച്ചാൽ മതി നിങ്ങൾക്ക് നിങ്ങളുടെ മൂല്യം ഉയർത്താൻ കഴിയും. അതിന് ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ് ദിവ്യ റാവത്ത്. ആരാണ് ഈ ദിവ്യ റാവത്ത് എന്നല്ലേ പറയാം. അങ്ങ് ഉത്തരാഖണ്ഡിലെ ഗ്രാമങ്ങളെ മാറ്റിമറിച്ച മഷ്റൂം ലേഡി. കൂൺ കൃഷിയിൽ ദിവ്യ റാവത്തിൻ്റെ നൂതനമായ സമീപനം ഉത്തരാഖണ്ഡിലെ വിജനമായ ഗ്രാമങ്ങളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും അവിടമാകെ പുതുജീവൻ പകരുകയും ചെയ്തു. ഉത്തരാഖണ്ഡിൻ്റെ ഹൃദയഭാഗത്ത് ചാമോലി എന്ന ചെറിയ ഗ്രാമത്തിൽ ദിവ്യ റാവത്ത് എന്നൊരു പെൺകുട്ടി ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളുമായി സന്ധിയില്ലാത്ത സമരത്തിലായിരുന്നു. ദിവ്യയുടെ 7-ാം വയസ്സിൽ പിതാവ് മരിച്ചു. പിന്നെ അവളുടെ ബാല്യം പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞതായിരുന്നു. എന്നിട്ടും അവളുടെ അജയ്യമായ ചൈതന്യവും നിശ്ചയദാർഢ്യവും ഒന്നുകൊണ്ട് മാത്രമാണ് അവൾ പിടിച്ചു നിന്നത്. വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയ ദിവ്യ റാവത്ത് ചാമോലിയുടെ ലാളിത്യത്തിൽ നിന്നും ഡൽഹിയുടെ തിരക്കേറിയ നഗരദൃശ്യത്തിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. അറിവും ശോഭനമായ ഭാവിയും തേടി അവൾ സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദങ്ങൾ നേടി. പഠനശേഷം ഒരു മുൻനിര NGOയിൽ ജോലി നേടിയ ദിവ്യ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളിയായി. സമൂഹത്തിൽ നിലനിൽക്കുന്ന വലിയ അസമത്വങ്ങളിലേക്ക് അവളുടെ കണ്ണുകൾ പതിഞ്ഞു. അതിനിടയ്ക്കാണ് ഉത്തരാഖണ്ഡിൽ നിന്നുള്ള തൻ്റെ തന്നെ നാട്ടുകാരിൽ പലരും നഗരത്തിലെത്തി ജീവിക്കാൻ വേണ്ടി ഏറെ കഷ്ടപ്പെടുന്നത് കണ്ടത്. സ്വന്തം നാട്ടുകാരുടെ ആ കഷ്ടപ്പാട്, കുടുംബം പുലർത്താനുള്ള ബുദ്ധിമുട്ട് അതവൾക്ക് സഹിക്കാവുന്നതിൽ ഏറെയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് 2013 ദാരുണമായ വെള്ളപ്പൊക്കത്തിൽ ഉത്തരാഖണ്ഡ് തകർന്ന് തരിപ്പണമായത്. ദിവ്യ റാവത്ത് ഉടൻ തന്നെ ജോലി ഉപേക്ഷിച്ച് ഡെറാഡൂണിലേക്ക് മടങ്ങി. ഉത്തരാഖണ്ഡിലെ ജനങ്ങൾക്ക് മാന്യമായ ഉപജീവന മാർഗങ്ങൾ പുനരുജ്ജീവിപ്പിക്കുക എന്നതായിരുന്നു അവളുടെ പദ്ധതി. തൻ്റെ സംസ്ഥാനത്തുള്ള ആളുകൾക്ക് തൊഴിൽ കണ്ടെത്താനും മാന്യമായ ജീവിതം നയിക്കാനും കഴിയണം എന്ന് അവൾ ആഗ്രഹിച്ചു. എന്തിനേറെ, അവളുടെ ഉള്ളിൽ ഒരു തീപ്പൊരി ജ്വലിച്ചു. ജീവിതമാർഗത്തിനായി മറ്റു നഗരങ്ങളിലേക്ക് പോയവർ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് ദിവ്യ റാവത്ത് ആഗ്രഹിച്ചു. ഈ വലിയ പ്രശ്നത്തിന് പരിഹാരമായി ദിവ്യ കണ്ടത് കൂൺ കൃഷിയാണ്. ഉരുളക്കിഴങ്ങ് കർഷകന് കിലോയ്ക്ക് 10-12 രൂപ മാത്രം കിട്ടുമ്പോൾ കൂണിന് വില 90-നും 100-നും അടുത്തുണ്ട്. അങ്ങനെ കർഷകരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാമെന്ന് ദിവ്യ റാവത്ത് സ്വപ്നം കണ്ടു. കൂൺ കൃഷിയുടെ രീതി ലളിതമാക്കിയാൽ അത് ഗ്രാമവാസികൾക്ക് എളുപ്പമാകുമെന്ന് ദിവ്യ റാവത്ത് ചിന്തിച്ചു. അതിനായി കൂൺ കൃഷിയിൽ പ്രത്യേക പരിശീലനം നേടി. ഒട്ടേറെ പുതിയ പാഠങ്ങൾ പഠിച്ചു. അതിനുശേഷം ദിവ്യ റാവത്തിൻ്റെ കുടുംബത്തിൻ്റെയും പിന്തുണയും സാമ്പത്തിക സഹായത്തോടെയും സൗമ്യ ഫുഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു സ്ഥാപനം തുടങ്ങി. വൻതോതിൽ കൃഷി ആരംഭിച്ചതുമൂലം ധാരാളം പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചു. കൂണിന് മികച്ച ഡിമാൻഡുണ്ടായി. വിൽപ്പനയ്ക്കും ബുദ്ധിമുട്ടുണ്ടായില്ല. ആ ചെറിയ തുടക്കം വലിയൊരു മാറ്റത്തിന് കാരണമായി. കേവലം 50,000 രൂപ മൂലധനം മുടക്കിയാൽ ഈ മേഖലയിൽ പങ്കാളികളാകാൻ ദിവ്യ ഗ്രാമവാസികളെ സഹായിച്ചു. പണമില്ലാത്തവർക്ക് ഒരു ബാഗ് കൂൺ തുടക്കത്തിൽ സൗജന്യമായി നൽകുകയും ചെയ്തു. പിന്നെ അത് കൃഷി ചെയ്യുന്നതിൻ്റെ പരിശീലനവും വിപ്ലവകരമായ മാറ്റത്തിൽ പങ്കുചേരാൻ ജോലി തേടി നഗരങ്ങളിലേക്ക് പോയ വലിയൊരു സംഘം ചെറുപ്പക്കാർ ഗ്രാമത്തിൽ തിരിച്ചെത്തി. എല്ലാവരും കൂൺ കൃഷി മികച്ച ഒരു വരുമാന മാർഗമായി കണ്ടു. സ്വന്തം ഗ്രാമത്തിന് വെളിച്ചം വീശിയ സന്തോഷത്തോടെ ദിവ്യ തൻ്റെ സംരംഭത്തിൽ സജീവമായി പങ്കെടുത്തു. ഏതെങ്കിലും സാധാരണ തരം കൂണ് തിരഞ്ഞെടുക്കുന്നതിന് പകരം ഉത്തരാഖണ്ഡിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ബട്ടൺ, മുത്തുച്ചിപ്പി, മിൽക്കി മഷ്റൂം എന്നിവ ദിവ്യ റാവത്ത് തിരഞ്ഞെടുത്തു. എയർ കണ്ടീഷൻ ആവശ്യമില്ലാത്ത അവ വർഷം മുഴുവൻ വീടിനുള്ളിൽ വളർത്താം. ഇത് സാമ്പത്തികമായി ലാഭകരമാക്കാം. മാത്രമല്ല, ദിവ്യ റാവത്തിൻ്റെ കൃഷിരീതിയും അവളുടെ വിള തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ നൂതനമായിരുന്നു. ലംബമായി കൃഷിക്കായി അവൾ മുളറാക്കുകൾ ഉപയോഗിച്ചു. ചെലവേറിയതും സ്ഥലം ചെലവഴിക്കുന്നതുമായ ലോഹ ഘടനകളുടെ ആവശ്യം ഇല്ലാതാക്കി. ദിവ്യയുടെ എൻ്റർപ്രൈസ് വലിയ അളവിൽ കൂൺ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അത് അവളുടെ വ്യക്തിപരമായ വിജയം മാത്രമല്ല, പലർക്കും സുസ്ഥിരമായ വരുമാന സ്രോതസ് നൽകി. ആ മേഖലയ്ക്ക് പുതിയൊരു ജീവൻ തന്നെ നൽകുകയായിരുന്നു ദിവ്യ. ദിവ്യ എന്ന ഒരു പെൺകുട്ടിയുടെ ആ സ്വപ്നം നിരവധി ജീവിതങ്ങളെ സമ്പന്നമാക്കുക മാത്രമല്ല, ഉത്തരാഖണ്ഡിലെ വിജനമായ ഗ്രാമങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തു. പ്രതികൂല സാഹചര്യങ്ങൾ പലപ്പോഴും മഹത്വത്തിന് ജന്മം നൽകുന്നുവെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ വിജയം. ദിവ്യയുടെ സാമൂഹിക സംരംഭം
ഉത്തരാഖണ്ഡിലെ ഗ്രാമീണരെ ശാക്തീകരിക്കുകയും അവരെ സംരംഭകരാക്കുകയും ചെയ്തിരിക്കുന്നു. കേവലം 3 വർഷം കൊണ്ട് തൻ്റെ കമ്പനി ലാഭകരമാക്കി. ഒപ്പം ഉത്തരാഖണ്ഡിലെ കൂൺ കർഷകരുടെ എണ്ണം പല മടങ്ങ് വർദ്ധിക്കുകയും ചെയ്തു. ദിവ്യ റാവത്തിൻ്റെ ജീവിതം ധാരാളം പേരെ പ്രചോദിപ്പിക്കും. ജീവിതത്തെക്കുറിച്ചുള്ള മനോഭാവത്തിലൊരു മാറ്റം വരുത്തിയാൽ നാം ആഗ്രഹിക്കുന്നപടി തന്നെ ജീവിതം രൂപപ്പെടുത്താനാകും. അതാണ് ദിവ്യ റാവത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. വ്യക്തികളോടും സാഹചര്യങ്ങളോടും നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു, വിശ്വാസം, മൂല്യങ്ങൾ, നിഗമനങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയിട്ട് ആകാം നമ്മുടെ പ്രതികരണങ്ങൾ. ഒരു കാര്യത്തിൽ പലർക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ടാകാം. നമ്മൾ എങ്ങനെയാണോ സാഹചര്യങ്ങളെയും സംഭവങ്ങളെയും നോക്കിക്കാണുന്നത്, അതാണ് നമ്മുടെ മനോഭാവം രൂപപ്പെടുത്തുന്നത്. ഈ മനോഭാവമാണ് നമ്മുടെ പെരുമാറ്റം നിശ്ചയിക്കുന്നത്. പോസിറ്റീവ് മനോഭാവമുള്ള ഒരാൾക്ക് അനായാസം വിജയം വരിക്കാൻ കഴിയും. എന്നാൽ നെഗറ്റീവ് മനോഭാവമുള്ള ഒരാൾക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള വിജയം കൈവരിക്കാൻ കഴിയുകയില്ല എന്നോർക്കണം. ഗുഡ് ബൈ.